ബാംഗ്ലൂർ. ബാംഗ്ലൂർ ഡേയ്സ് സിനിമയിലെ നസ്രിയയുടെയും ദുൽഖറിൻ്റെയും നിവിൻ പോളിയുടെയും ബാംഗ്ലൂർ. ആ സിനിമയ്ക്ക് ശേഷമാണോ എന്നറിയില്ല. ബാംഗ്ലൂർ മലയാളികൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വപ്നങ്ങളുടെയും നഗരമാണ്. ട്രെയിൻ 1 മണിക്കൂറോളം ലേറ്റായി. പുലർച്ചെ 6 മണിയോടെയാണ് സ്റ്റേഷനിലെത്തിയത്. പുറത്തെ ഗേറ്റിന് മുൻപിൽ കാത്തുനിന്നാൽ മതിയെന്ന അങ്കിളിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവൾ ലഗേജും എടുത്ത് പുറത്തേക്ക് നടന്നു. എല്ലാ റെയിൽവേ സ്റ്റേഷനിലെയും പതിവ് കാഴ്ച പോലെ പുറത്തിറങ്ങുന്ന ഓരോ യാത്രക്കാർക്ക് പിറകെയും ഓട്ടോ വേണോ എന്ന് ചോദിച്ച് ഡ്രൈവേഴ്സ് ഓടിത്തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ പിക്ക് ചെയ്യാനായി വന്ന കാറുകളും ബൈക്കുകളുമായി മെയിൻ റോഡിൽ ചെറിയ ബ്ലോക്ക് വന്നു തുടങ്ങി. ട്രെയിനിൽ നിന്നിറങ്ങിയ പകുതി പേരും കേരളത്തിൽ നിന്നും അവളെപ്പോലെ ജോലിക്കായോ പഠിക്കാനോ വന്ന കുട്ടികൾ തന്നെയാണ്. പക്ഷെ ഇത്രയും പയ്യന്മാർ ഈ ട്രെയിനിൽ ഉണ്ടായിട്ടും എന്താണ് ഒറ്റൊരെണ്ണം പോലും തൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ ഇല്ലാതെ പോയതെന്ന് ആലോചിച്ചിരുന്നപ്പോഴേക്കും അങ്കിൾ കാറ് കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി ഹോണടിച്ചു. ഹേ അമ്മു, ബാംഗ്ലൂർ വന്നിട്ട് ആദ്യ ദിവസം തന്നെ കന്നഡയിൽ തെറി കേൾക്കണ്ടെങ്കിൽ വേഗം കയറിക്കോ, പിറകീന്ന് ഇപ്പോൾ ഹോണടി തുടങ്ങും. ദാസ് അങ്കിൾ കാറിൻ്റെ ഡിക്കി തുറന്ന് ബാഗുകൾ കയറ്റുന്നതിനിടെ തമാശയായി പറഞ്ഞു. അല്ലെങ്കിലും കുടുംബത്തിലുള്ളവർക്ക് നമ്മുടെ പുറത്ത് വിളിക്കുന്ന ഫാഷൻ പേരുകളൊന്നും പിടിയുണ്ടാകാൻ വഴിയില്ലല്ലോ. ഫോണിൽ വിളിച്ചപ്പോഴും ആൻറ്റിയും അങ്കിളും അമ്മു എന്ന് തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. ഫോണിലൂടെ ഇടയ്ക്കൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഇതുവരെ ഇവരെ ആരെയും അവൾ നേരിട്ട് കണ്ടിട്ടില്ല. പണ്ടൊരിക്കൽ വീട്ടിലെ ആൽബത്തിൽ ഇവരുടെ കല്യാണ ഫോട്ടോ കണ്ടപ്പോൾ ഇത്രയും ഭംഗിയുള്ള ആൻറ്റി എന്താണ് അങ്കിളിനെ കെട്ടിയതെന്ന് ഓർത്ത് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പിന്നെ അങ്കിളിന് ബാംഗ്ലൂരിൽ വലിയ ബിസിനസ് ആണെന്നും അവനിപ്പോൾ ഉള്ളതൊക്കെ ചെറിയ പ്രായത്തിൽ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയതാണെന്നും ഒക്കെയുള്ള അച്ചമ്മയുടെ അഭിമാന കഥ കേട്ടപ്പോൾ ചിലപ്പോൾ കാശ് കണ്ട് കെട്ടിയതാകുമെന്ന് വിചാരിച്ചു. അല്ലെങ്കിലും ലുക്കിലല്ല കാര്യം ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും ജനിച്ച അന്നു മുതൽ ബോഡി ഷെയിം കേട്ട് വളരുന്ന കുട്ടികൾക്ക് ഉണ്ടാകാൻ ഇടയില്ലല്ലോ. ബാംഗ്ലൂരിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു ബന്ധുവാണ് ദാസും കുടുംബവും അവിടെയാണല്ലോ, അവരെ ഒന്ന് വിളിക്കൂ എന്ന് അച്ഛനെ ഓർമ്മിപ്പിച്ചത്. പിന്നെ കുട്ടികളെ മറ്റൊരു നാട്ടിൽ വിടുമ്പോൾ, പ്രത്യേകിച്ച് പെൺകുട്ടി കൂടി ആവുമ്പോൾ ഒരു ഫാമിലി സപ്പോർട്ട് ഉള്ളത് നല്ലതാണെന്ന അമ്മയുടെ അഭിപ്രായം കൂടി ആയപ്പോഴേക്കും ദാസ് അങ്കിളെ ബാംഗ്ലൂരിലെ അവളുടെ ലോക്കൽ ഗാർഡിയനായി. അവരുടെ കൂടെ ഫ്ലാറ്റിൽ നിന്നാൽ മതിയെന്ന ഓഫർ മുന്നോട്ട് വെച്ചെങ്കിലും പിന്നീട് അത് വേണ്ടെന്ന് തോന്നി. കുടുംബവുമായി എന്തെങ്കിലും കണക്ഷനിൽ പെട്ടാൽ പിന്നെ ബാംഗ്ലൂർ സിറ്റിയിൽ ശ്വാസം വിടാൻ പോലും അനുവാദം ചോദിക്കേണ്ടി വരും. ഓഫീസിനടുത്തുള്ളൊരു ഹോസ്റ്റലിൽ താമസം ശരിയാക്കി. ഇവരുടെ വീടുമായി വലിയ ദൂരവ്യത്യാസമില്ലാത്തതുകൊണ്ടും പിന്നെ ഒരു കുടുംബത്തിലൊന്നും പോയാൽ മര്യാദയ്ക്ക് നിൽക്കാൻ ഇവൾ ഇനിയും പഠിച്ചിട്ടില്ലെന്ന അമ്മയുടെ ക്ലീൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതുകൊണ്ടും ഹോസ്റ്റൽ തീരുമാനം എളുപ്പമായി. രാത്രി ഉറക്കമൊക്കെ കിട്ടിയോ? യാത്രയിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അങ്കിൾ ചോദിച്ചു. ഇല്ല, കുറച്ച് ലേറ്റായതൊഴിച്ചാൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അങ്കിൾ ഇത്രയും നേരത്തെ ബുദ്ധിമുട്ടി വണ്ടിയെടുത്ത് വരേണ്ടതില്ലായിരുന്നു. ലൊക്കേഷൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു ഓട്ടോ പിടിച്ച് വന്നേനെ. അവളും ഔപചാരികത കൈവിട്ടില്ല. അയ്യോ, ഇതൊക്കെ എന്തു ബുദ്ധിമുട്ട്. എനിക്ക് ഷാലുവിനെ പോലെ തന്നെയല്ലേ നീയും? നിനക്ക് ഞങ്ങളൊക്കെ സ്വന്തമല്ലേ? ഇതാണ് വർഷത്തിലൊരിക്കലെങ്കിലും കുടുംബക്കാർ ഒന്ന് കൂടണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായി പരസ്പരം തോന്നും. അങ്കിളിൻ്റെ ഒരേ ഒരു മോളാണ് ഷാലു. ഇപ്പോൾ +1 പഠിക്കുന്നു. വീട് വിട്ട് പുതിയൊരു നഗരത്തിൽ എത്തിപ്പെട്ടതിൻ്റെ ഒറ്റപ്പെടൽ തോന്നേണ്ടെന്ന് കരുതിയാകും ഫ്ലാറ്റ് എത്തുന്നതുവരെ അങ്കിൾ കുടുംബത്തിലെ വിശേഷങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഓരോ ബ്ലോക്കിലും ആ സംസാരം ബാംഗ്ലൂർ നഗരത്തിൻ്റെ ട്രാഫിക് ബ്ലോക്കിലേക്കും നീണ്ടു. ബാംഗ്ലൂർ ഉണർന്നു വരുന്നതേയുള്ളൂ. ദേ, ആ വഴിയാണ് CHR ലേഔട്ടും നിൻ്റെ ഓഫീസുമെല്ലാം. ഹോസ്റ്റലിൽ നിന്നൊരു റിക്ഷ പിടിച്ചാൽ മതി. പിന്നെ രാവിലത്തെ ഇവിടുത്തെ ട്രാഫിക് അനുസരിച്ച് 1 മണിക്കൂർ മുമ്പേ ഇറങ്ങേണ്ടി വരുമെന്ന് മാത്രം. റോഡിൽ നിന്നും ഇൻഡിക്കേറ്റർ ഇട്ട് ഇടത്തേക്ക് തിരിയും മുൻപേ നേരെയുള്ള റോഡ് ചൂണ്ടിക്കാട്ടി അങ്കിൾ പറഞ്ഞു. അടുത്തിടെ പെയിൻ്റ് അടിച്ച് മിനുക്കിയെന്ന് തോന്നുന്ന ഒരു 8 നില ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ അങ്കിൾ വണ്ടി നിർത്തി. ചൂട് ഇഡ്ഡലിയും സാമ്പാറും ഒരുക്കി 3-ാം നിലയിലെ 6B ഫ്ലാറ്റിൽ ആൻറ്റി അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഞായറാഴ്ചയായതിനാൽ ഷാലു രാവിലെ ട്യൂഷന് പോയി. 2 മുറികളും ചെറിയ ഡൈനിങ് ഹാളും അടുക്കളയുമായൊരു ചെറിയ ഫ്ലാറ്റ്. ഡൈനിങ് ഹാളിൻ്റെ നേരെ വലതുവശത്താണ് ബാൽക്കണി. വലിയൊരു കറിവേപ്പില ചെടിയും ആൻറ്റിയുടെ ചെറിയ പച്ചക്കറി കൃഷിയുമൊക്കെയായി ബാൽക്കണി സമൃദ്ധമാണ്. ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ അപ്പുറത്തുള്ള ഫ്ലാറ്റുകളുടെ എല്ലാം ഉൾവശം നന്നായി കാണാം. നേരെ മുന്നിലുള്ള ഒരു ഫ്ലാറ്റിൽ ആൾതാമസമൊന്നും ഇല്ലെന്ന് തോന്നുന്നു.
അതിനടുത്തുള്ള ഫ്ലാറ്റിലെ അയയിൽ ഉണങ്ങാനിട്ട തുണി കണ്ടാൽ താമസക്കാർ ബാച്ചിലേഴ്സ് ആണെന്ന് മനസ്സിലാക്കാം. എൻ്റെ കറിവേപ്പില ചെടി ഒന്നും ചവിട്ടല്ലേ. പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്ന അവളോട് കയ്യിലൊരു പാത്രത്തിൽ മുറിച്ചു വെച്ച പഴുത്ത മാങ്ങയുമായി ഹാളിലേക്ക് നടന്നു വരുന്നതിനിടെ ആൻറ്റി വിളിച്ചു പറഞ്ഞു. അയ്യോ ഇല്ല, അത് ഞാൻ കണ്ടായിരുന്നു. ആൻറ്റിക്ക് കൃഷിയൊക്കെ നല്ല ഇഷ്ടമാണെന്ന് തോന്നുന്നു. വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷെ ഇവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് കാട്ടിക്കൂട്ടുന്നതാ. അവർ രണ്ടാളും പോയാൽ പിന്നെ എനിക്കിവിടെ വേറെ പണി വേണ്ടേ. ആൻറ്റി BEd എല്ലാം കഴിഞ്ഞതാണെന്നാണല്ലോ അമ്മ പറഞ്ഞേ. ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ? ഇല്ല, അങ്കിളിന് ജോലിക്ക് പോകുന്നതൊന്നും ഇഷ്ടമല്ല. പിന്നെ ഇവിടെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാറുണ്ടായിരുന്നു, ഇപ്പം അതും നിർത്തി. ഇനി എന്ത് ചോദിക്കുമെന്നറിയാതെ അവൾ കയ്യിലൂടെ ഒലിച്ചിറങ്ങിയ മാങ്ങയുടെ നീര് ജീൻസിൻ്റെ സൈഡിൽ തുടച്ച് പുറത്തേക്ക് നോക്കി. ജീവിക്കുന്ന നഗരം പരിഷ്കാരമുള്ളതാണെന്നൊക്കെ പറഞ്ഞാലും മാറ്റം സംഭവിക്കാത്ത ചില ജീവിതങ്ങളുണ്ട്. വീട്ടിലെ ചുവരുകളെന്നോ ഫ്ലാറ്റിലെ ചുവരുകളെന്നോ വ്യത്യാസമില്ലാതെ ആ 4 ചുവരുകൾക്കുള്ളിൽ ജീവിച്ചൊടുങ്ങാൻ വിധിക്കപ്പെട്ട ചിലരുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്റ്റലിലേക്ക് പോകാട്ടോ. അപ്പോഴേക്കും ഷാലുവും ക്ലാസ് കഴിഞ്ഞെത്തും. 1 മിനിറ്റിലെ നിശബ്ദത ഭേദിച്ച് ആൻറ്റി വീണ്ടും സംസാരത്തിന് തുടക്കമിട്ടു. ജോലിയുടെ ആവശ്യത്തിനായി അങ്കിൾ പുറത്തു പോയതുകൊണ്ട് ഉച്ചഭക്ഷണത്തിനും അവർ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൈകിട്ട് 3 മണിയോടെ ഷാലു എത്തി. ജനിച്ചതും വളർന്നതുമെല്ലാം ബാംഗ്ലൂർ ആയതുകൊണ്ട് അവൾക്ക് മലയാളം അത്ര വശമല്ല. എങ്കിലും അമ്മുച്ചേച്ചി എന്നുള്ള അവളുടെ നീട്ടിവിളിയും കെട്ടിപ്പിടുത്തവുമെല്ലാം അതിഥിക്ക് നന്നേ ബോധിച്ചു. കുറച്ചു നേരത്തെ വർത്തമാനത്തിന് ശേഷം 3 പേരും ഹോസ്റ്റലിലേക്ക് തിരിച്ചു. ആൻറ്റിയുടെ വീട്ടിൽ നിന്നും 5 മിനിറ്റ് പോലും യാത്രയില്ല ഹോസ്റ്റലിലേക്ക്. എങ്കിലും ലഗേജ് ഉള്ളതിനാൽ ഒരു ഓട്ടോ പിടിച്ചു. 2 ദിവസം മുമ്പ് ആൻറ്റി വന്ന് താമസക്കാര്യമെല്ലാം സംസാരിച്ചതിനാൽ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. ഹോസ്റ്റലിന് 2 ബിൽഡിംഗാണുള്ളത്. പഴയ ബിൽഡിങ്ങിന് 7000 രൂപയും മെസ്സിന് തൊട്ടടുത്ത് കുറച്ചുകൂടെ സൗകര്യമുള്ള പുതിയ ബിൽഡിങ്ങിന് 10,000 രൂപയുമാണ് വാടക. അതിഥി റൂം എടുത്തത് പുതിയ ബിൽഡിങ്ങിലാണെങ്കിലും തൽക്കാലം റൂം ഒഴിവില്ലാത്തതിനാൽ 2 ആഴ്ച പഴയ ബിൽഡിങ്ങിൽ വേണം താമസിക്കാൻ. ദേ, ഇവിടെ മതിൽ ചാട്ടം, കള്ളുകുടി തുടങ്ങിയ ഉടായ്പകളൊന്നും കാണിക്കല്ലേ. ലോക്കൽ ഗാർഡിയനിൽ എൻ്റെ പേരാണ് കൊടുത്തേക്കുന്നത്. യാത്ര പറയാൻ നേരം ആൻറ്റി തമാശയെന്നോണം പറഞ്ഞു. പണ്ട് കോളേജ് ഹോസ്റ്റലിൽ വെള്ളമടിച്ച് പിടിച്ച കഥ അച്ഛൻ ഇവിടെയും പറഞ്ഞു കാണുമോ? അല്ലെങ്കിൽ ഈ വീട്ടുകാരിങ്ങനെയാണ്, മറ്റുള്ളവരുടെ നമ്മുടെ കുറ്റവും കുറവുകളും അല്ലാതെ നല്ലൊരു വാക്ക് പറയില്ല. അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അങ്ങനെയെങ്കിൽ മതിലുചാട്ടത്തിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. അത് ഇതുവരെ ട്രൈ ചെയ്യാത്ത ഐറ്റമാണല്ലോ എന്ന ചിന്തയിൽ അവൾ റൂമിലേക്കുള്ള പടികൾ കയറി. സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ കാണുന്ന ആദ്യത്തെ മുറി അവളുടേതാണ്. 2 കട്ടിലും 1 കബോർഡും 1 മേശയും മാത്രമേ മുറിയിലുള്ളൂ. ചെറുതാണെങ്കിലും മുറി നല്ല വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. വൈകിട്ട് റൂം മേറ്റ് വരുമ്പോൾ എന്തായാലും ഒരു അഭിനന്ദനം അറിയിക്കണമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. ലഗേജ് എല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം ബാംഗ്ലൂരിലെ തണുത്ത പൈപ്പ് വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞപ്പോഴേക്കും സമയം 8 ഈ മുറിയിലുള്ള കുട്ടി എന്താണ് ഇനിയും വരാത്തത്? 9:30 കഴിഞ്ഞാൽ മെസ്സ് അടയ്ക്കും. ആദ്യത്തെ ദിവസം ഒന്നും അറിയാതെ എങ്ങനെയാണ് ഒറ്റയ്ക്ക് മെസ്സിൽ പോകുന്നത്? സ്കൂളിൽ പഠിക്കുമ്പോൾ ബാത്റൂമിൽ പോകണമെങ്കിൽ വരെ അവൾക്ക് മറ്റൊരു കൂട്ട് വേണം. അതിഥി ഡോർ തുറന്ന് പുറത്തിറങ്ങി. ഓഫീസിൽ നിന്ന് ക്ഷീണിച്ചു വരുന്നവരും കുളിക്കാനായി ബക്കറ്റുമായി ഓടുന്നവരും ഫോൺ വിളിച്ച് വെറുതെ ഉലാത്തുന്നവരും ഒക്കെയായി വരാന്ത സജീവമാണ്. എന്തോ പുറത്തേക്കിറങ്ങാൻ തോന്നിയില്ല. അവൾ വാതിലടച്ച് ബെഡിൽ വന്നിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഫോൺ വിളിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി മുറിയിലേക്ക് കയറി വന്നു. കയ്യിലുണ്ടായിരുന്ന സൈഡ് ബാഗും കവറും ടേബിളിൽ വെച്ച് ബെഡിലിരുന്ന് ചെരുപ്പഴിച്ചുകൊണ്ട് അവൾ അതിഥിയോട് ചോദിച്ചു. നീയാണല്ലേ എൻ്റെ പുതിയ റൂംമേറ്റ്? അതിഥി എന്നാണല്ലേ പേര്? ഹലോ, എൻ്റെ പേര് സാക്ഷി. ഞാനാണ് നിൻ്റെ താൽക്കാലിക റൂംമേറ്റ്. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാക്ഷി ഡെറാഡൂൺകാരിയാണ്. 1.5 വർഷത്തോളമായി ഇവിടെ ഒരു കമ്പനിയിൽ മൈക്രോബയോളജിസ്റ്റായി ജോലി ചെയ്യുന്നു. അവളുടെ ചേച്ചി കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാണ്. ഹിന്ദി അറിയാത്തതുകൊണ്ട് ഇനി 2 ആഴ്ച റൂമിൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ കഴിയൂ എന്നാലോചിച്ചപ്പോൾ അതിഥിക്ക് ചെറിയ മടുപ്പ് തോന്നി. ഇംഗ്ലീഷിൽ ഒരു ആർട്ടിക്കിൾ എഴുതാൻ പറഞ്ഞാൽ പേപ്പർ നിറയെ സാഹിത്യം അഴിച്ചുവിടാൻ കഴിയുമെങ്കിലും നേരിട്ടൊരു 10 മിനിറ്റ് ഇംഗ്ലീഷ് സംസാരിക്കാൻ വിറയലാണ് ഇപ്പോഴും. ഭക്ഷണം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴേക്കും സാക്ഷിയുടെ പുതിയ റൂംമേറ്റിനെ കാണാൻ അപ്പുറത്തെ മുറിയിൽ താമസിക്കുന്ന അവളുടെ സുഹൃത്ത് എത്തിയിരുന്നു. ഇവിടെ അടുത്തൊരു കമ്പനിയിൽ ആർക്കിടെക്റ്റായി ജോലി ചെയ്യുകയാണ് അശ്വിനി. കണ്ടപാടെ 2 പേരും ഹിന്ദിയിൽ കളിപറച്ചിലും തമാശയും ഒക്കെ ആയപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ അതിഥി ഫോൺ എടുത്തു. അവരുടെ സംസാരത്തിനൊപ്പം ചേരാൻ അതിഥിക്കും അവർക്കുമിടയിൽ പൊതുവായ ഒന്നും തന്നെയില്ല. ഇതൊരു വൃത്തികെട്ട അവസ്ഥയാണ്.
നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷയായെങ്കിൽ നന്നായിരുന്നേനെ എന്നവൾക്ക് തോന്നി. അതെ, നിനക്ക് കന്നഡ അറിയോ? സാക്ഷിയുമായുള്ള സംസാരം നിർത്തി അശ്വിനി അതിഥിയുടെ ബെഡിൽ ഉടമസ്ഥാവകാശമുള്ള ഒരാളെ പോലെ വന്ന് കിടന്നുകൊണ്ട് ചോദിച്ചു. ഇല്ല. ഹിന്ദിയും കന്നഡയും അറിയില്ലെങ്കിൽ നാളെ ഓഫീസിലെത്താൻ കുറച്ച് കഷ്ടപ്പെടും. നിന്റെ ഓഫീസിലേക്ക് ലൊക്കേഷൻ പറയൂ, ഞാൻ വഴി പറഞ്ഞു തരാം. ഇവിടുന്നൊരു ഓട്ടോയോ ഊബറോ വിളിച്ചാൽ മതിയെന്ന് അങ്കിൾ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് അതിഥി അശ്വിനിയോട് പറയാൻ ശ്രമിച്ചു. എന്നാൽ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപേ തന്നെ നാളെ സുരക്ഷിതമായി ഓഫീസിലെത്തിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്, അശ്വിനി അധികാരസ്വരത്തിൽ പറഞ്ഞു. അവൾക്കതെല്ലാം അറിയാം. ഇവിടെ അവൾക്ക് ബന്ധുക്കളുണ്ട്. സഹായിക്കാനുള്ള അശ്വിനിയുടെ ആവേശത്തെ തല്ലിക്കെടുത്തി സാക്ഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, അപ്പോൾ ഊബർ ഉണ്ടല്ലേ? എന്നാലും ഞാൻ നോക്കട്ടെ. എന്തെങ്കിലും ചെയ്യാതെ പിന്നോട്ടില്ലെന്ന ഭാവത്തിൽ അശ്വിനി അതിഥിയുടെ ഫോൺ വാങ്ങി പ്ലേ സ്റ്റോറിൽ കയറി ഊബർ ആപ്പ് അപ്ഡേറ്റ് ചെയ്യാനിട്ടു. സമയം 10 സാക്ഷി ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാൻ കിടന്നു. റൂമിൽ മാത്രമല്ല, ജീവിതത്തിലും അതേ അടുക്കും ചിട്ടയുമാണ് അവൾക്ക്. ബെഡ്ഷീറ്റ് തലവഴി മൂടി ഉറക്കം വരാതെ അവൾ വാട്സപ്പ് തുറന്നു. എന്നത്തെയും പോലെ ഏറ്റവും മുകളിൽ ലയയുടെ മെസ്സേജ് തന്നെയാണ്. ഹലോ അമ്മു, എങ്ങനെയുണ്ട് ബാംഗ്ലൂർ? കോളേജ് കാലം മുതൽ കൂടെ കൂടിയതാണ് ലയ. നമ്മളെക്കാൾ സകലമാന ഉടായ്പകളും കയ്യിലുണ്ടെങ്കിലും നമ്മുടെ വീട്ടുകാരുടെ മുന്നിൽ ക്ലീൻ ചിട്ടുള്ള ഒരു സുഹൃത്ത് എല്ലാവർക്കും ഉണ്ടാകും. അതിഥിയുടെ ലൈഫിലെ ആ ഒരു റോളാണ് ലയയ്ക്ക്. കോളേജ് കഴിഞ്ഞ് ജോലിയൊക്കെ വാങ്ങി ഒരു നസ്രാണി ചെക്കനെയും കെട്ടി ഇപ്പോൾ ഡൽഹിയിലാണ് പുള്ളിക്കാരി. എനിക്കിഷ്ടമായില്ല. അതിഥി മറുപടി അയച്ചപ്പോഴേക്കും ബ്ലൂടിക്ക് വീണു. അല്ലെങ്കിലും നിനക്ക് എന്താണ് ഇഷ്ടാവുന്നേ? എന്താണ് അമ്മു എല്ലാത്തിനെയും ഇങ്ങനെ നെഗറ്റീവ് ആകുന്നത്? ഇന്ന് എത്തിയതല്ലേ ഉള്ളൂ. പയ്യെ പയ്യെ എല്ലാം ശരിയാകും. നീ കുറച്ച് നല്ല ഫ്രണ്ട്സിനെയൊക്കെ കണ്ടെത്ത്. ലൈഫ് കുറച്ചുകൂടെ കളറാകും. ആ ശരിയാണ്, എനിക്കും ബോറടിച്ചു. എല്ലാ കാലത്തും നീ തന്നെ. കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്രണ്ടിനെ കിട്ടുമെന്ന് ഞാനും നോക്കട്ടെ. അയ്യടാ, അങ്ങനെ എന്നെ റീപ്ലേസ് ചെയ്യാമെന്ന് നീ കരുതണ്ട. യു ആർ സ്റ്റക്ക് വിത്ത് മീ ഫോർ എവർ. ഞാൻ നാളെ മെസ്സേജ് ചെയ്യാം. ഞങ്ങൾ ഡിന്നറിന് പുറത്തു പോകാൻ നിൽക്കുകയാണ്. റെസ്റ്റ് വെൽ. ഗുഡ് നൈറ്റ് അമ്മോ. ലയ അങ്ങനെയാണ്. നമ്മൾ ഈ പുണ്യാളിൻ്റെ ബാക്കിൽ കത്തുന്ന ഒരു ലൈറ്റ് കണ്ടിട്ടില്ലേ? അങ്ങനെയൊന്ന് അവളുടെ തലയുടെ പുറകിലുണ്ടോ എന്ന് അതിഥിക്ക് തോന്നിയിട്ടുണ്ട്. അത്ര പോസിറ്റീവാണ് അവൾ എപ്പോഴും. അവൾക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞ് സാക്ഷിയുടെ ഉറക്കം ശല്യപ്പെടുത്താതെ അതിഥി കസേര വലിച്ചിട്ട് ടേബിൾ ലാമ്പ് ഓൺ ചെയ്ത് ഡയറി നിവർത്തി. 5/2/2017. പ്രിയപ്പെട്ട മഹാദേവ്, നിനക്കെഴുതിയിട്ട് ഒരുപാട് ദിവസങ്ങളായി. പറയാൻ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായില്ല. ജീവിതത്തിൽ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല. ഒരൊഴുക്കിൽ അതങ്ങനെ പോകുന്നു. ഇന്ന് രാവിലെ ബാംഗ്ലൂരിലെത്തി. പുതിയ ജോലി, നഗരം, മുഖങ്ങൾ, ഭാഷ എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ പോകുന്നതെന്നറിയില്ല. പക്ഷെ നമ്മൾ മനുഷ്യർക്കൊരു പ്രത്യേകതയുണ്ട്. ഒന്നുമില്ലാതെ ഒറ്റയ്ക്കൊരു ദ്വീപിൽ കൊണ്ടിട്ടാൽ പോലും അവിടെ വേരുറച്ച് വളർന്നു വരുമെന്ന് ഉറപ്പാണ്. സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ മനുഷ്യനോളം കഴിയുന്ന മറ്റൊരു ജീവിയില്ല. ആൻറ്റിയും ശാലുവും സാക്ഷിയും ഒക്കെയായി ഞാൻ ഇവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. ഇപ്പോഴുള്ള മുറി ചെറുതാണെങ്കിലും എനിക്കിഷ്ടമായി. 2 ആഴ്ച വേഗം ഓടിപ്പോകുമെന്ന് തോന്നുന്നു. ജോലിയെക്കുറിച്ച് ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. പിന്നെ എവിടെ പോയാലും വാചകം അടിച്ചു നിൽക്കാൻ കഴിയുമെന്ന ഒറ്റ കാര്യത്തിലാണ് എനിക്ക് എന്നോട് തന്നെ മതിപ്പുള്ളത്. ആൻറ്റി നന്നായി സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷെ നിശബ്ദമാകുന്ന ഓരോ നിമിഷത്തിലും കണ്ണിൽ 1000 സങ്കടങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന പോലെ തോന്നുന്നു. ചിലപ്പോൾ നീ പറയാറുള്ള പോലെ എൻ്റെ ആവശ്യമില്ലാത്ത 1000 തോന്നലുകളിൽ ഒന്നാകാം. ആദ്യ ദിവസത്തിൽ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നതൊന്നും ഈ നഗരത്തിൽ കണ്ടെത്താനായില്ല. ഒരു വൈകുന്നേരം മറ്റാരും കടന്നു വരാത്തൊരിടത്ത് നിനക്കൊപ്പം ഇരുന്ന് പുലരും വരെ ഈ നഗരം ഉറങ്ങുന്നതും ഉണരുന്നതും കണ്ടിരിക്കണമെന്നുണ്ട്. നീ എന്നാണ് വരുന്നത്? കാരണങ്ങളൊന്നുമില്ലാതെ ഞാൻ വെറുതെ വെറുക്കുന്ന ഈ നഗരത്തിലേക്ക്. ഒരുപാട് സ്നേഹത്തോടെ, അതിഥി.